വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശ്രീലക്ഷ്മി ആൻഡ് നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഗ്ലിറ്റർ പിക്സി. പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തംബ്നെയിലും ക്യാപ്ഷനും കണ്ടപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ. ഇതാണ് ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ. ഒരിടയ്ക്ക് വെച്ച് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നത്. എല്ലാ യൂട്യൂബേഴ്സും ഇതിനെ പറ്റിയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പം നമ്മളിതിനെ പറ്റിയിട്ട് ഒരു 30 days ചലഞ്ചാണ് ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് ഹെയർ ഗ്രോത്ത് ചലഞ്ചാണിത്. ആദ്യം നമ്മൾ ചെയ്തത് മറ്റേ ആദിവാസി ഹെയർ ഗ്രോത്ത് വീഡിയോ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വീഡിയോ ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ ആണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 225 രൂപയാണ്. എനിക്ക് കിട്ടിയത് 198 രൂപയ്ക്കാണ്. ഹോളിഡേ എന്തോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം റോസ്മേരി വാട്ടർ എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഇതിൽ തന്നെ കൊടുത്തപ്പോൾ നമ്മളുടെ ഹെയർ ഫോൾ കുറയ്ക്കുകയും നമ്മളുടെ ഹെയറിനെ തിക്കാക്കി വെക്കാനും നമ്മളുടെ ഹെയറിനെ നാച്ചുറൽ ഷൈൻ ഇല്ലേ അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാനും റോസ്മേരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സ്കാൽപ്പിലെ ഹെയർ സർക്കുലേഷനെ കൂട്ടുകയും നമ്മളുടെ ഹെയർ ഗ്രോത്ത് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് റോസ്മേരി വാട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം ഇത് ഓക്സിഡേഷൻ സംഭവിച്ച് കളറ് മാറും. കുറച്ച് ദിവസം കഴിയുമ്പോൾ, അതായത് 3 ദിവസം കഴിയുമ്പോൾ കളറ് മാറും. അപ്പം ഇതിൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓണും ഓഫും ഒക്കെ ഉണ്ട്. കാണിച്ചു തരാം. ഇത് ഇവിടെ ഓൺ ആക്കണമെങ്കിൽ ഇത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓഫ് ആക്കണമെങ്കിലും ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പം ഇത് ഓഫാണ്, കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് തുറന്നിരിക്കുന്ന കണ്ടില്ലേ. ഓൺ ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം കണ്ടില്ലേ, ഇപ്പം ഇത് ഓണാണ്. ആൻഡ് ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ കൊടുത്താൽ പണ്ട് ഓണും ഓഫ് എണ്ണം. ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പം ഇതിപ്പോൾ ഓഫായിട്ടിരിക്കുകയാണ്. അത് കാരണം നമുക്കിത് ഓക്സിഡേഷൻ സംഭവിക്കുന്നില്ല, കളർ ചേഞ്ച് ആവുന്നുമില്ല. പിന്നെ ഇത് സിലിക്കോൺ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ ഒക്കെയാണ്. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ കളർ ഫ്രീയും കൂടെയാണ്. പിന്നെ ഇത് ഭയങ്കര ഈസി ടു യൂസ് ആണ്. നമ്മളിത് ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. സ്പ്രേ ബോട്ടിലല്ലേ, അപ്പം നമ്മളിങ്ങനെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഞാൻ ഇന്നലെ ചെയ്തേ ഉള്ളൂ. ഇനി നാളെയോ മറ്റന്നാളോ വല്ല ചെയ്യത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, അതിനൊന്ന് മസാജ് ചെയ്യുക. ഞാൻ അപ്ലൈ ചെയ്തിട്ട് അമ്മയെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്തിരുന്നത് കഴിഞ്ഞ ഡേയിൽ. അപ്പം നിങ്ങളൊന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഇത് കുറച്ചേ ഉള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ഞാനിത് വാങ്ങിയത് പർപ്പിൾ അപ്പിന്ന. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ നോക്കിയിട്ട് കണ്ടില്ല, അപ്പം ഞാൻ പർപ്പിൾ അപ്പിന്ന ഇത് വാങ്ങിയത്. പിന്നെ നമ്മളുടെ ഡാൻഡ്രഫ് ഒക്കെ മാറുമോ, നമ്മുടെ സ്പ്ലിറ്റൻസ് ഒക്കെ മാറുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ തലയിൽ ഇച്ചിനെസ് ഒക്കെ മാറുമെന്ന് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പം കുറേ ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് ഈ റോസ്മേരി വാട്ടർ. നമുക്കൊരു 30 days കഴിഞ്ഞിട്ട് നമുക്കിൻ്റെ റിസൾട്ടൊക്കെ പറയാവുന്നതാണ്. അപ്പം ഞാൻ Day 1 ഒരു വീക്കിൽ 2 days മാത്രമേ യൂസ് ചെയ്യുന്നത്. ഇത് കൊടുത്തേ കൊണ്ടു വീക്കിൽ ട്വൈസ് യൂസ് ചെയ്യാൻ. എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൽ വീക്കിലി 2 വട്ടം യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പം Day 1 കഴിഞ്ഞു. ഇനി Day 2 ഈ വീക്കിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു 30 days കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് 3 രീതി യൂസ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. ദെൻ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓവർനൈറ്റ് സ്റ്റോർ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുടി വാഷത്തിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ലീവ് ചെയ്യാം. എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടേക്കാനാണ് പറഞ്ഞേക്കുന്നതിനകത്ത്. അപ്പം ഞാൻ ചൂസ് ചെയ്തേക്കുന്ന ഓവർനൈറ്റ് ആണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ല. സാധാരണ അങ്ങനെയൊന്നും അല്ല. നമുക്കിപ്പം ഈ നീരിറക്കവും തലവേദനയും പനിയൊക്കെ വരുന്നൊരു ടൈപ്പാണ് ഞാൻ. അപ്പം എനിക്കിത് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പവും ഇല്ല. അപ്പം ഞാൻ ചൂസ് ചെയ്തത് ഓവർനൈറ്റ് ആണ്. നമ്മൾ കുളിച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളിത് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതിന് നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് രാവിലെ വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വാഷ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കര നല്ല സ്മെല്ലാണ്. പിന്നെ ഇത് ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സാധാ റൂം ടെമ്പറേച്ചർ തന്നെ വെച്ചാൽ മതി. ഇതിൽ കൊടുത്തപ്പോൾ ഡു നോട്ട് ഫ്രീസ് എന്ന്. കീപ് എവേ ഫ്രം ഡയറക്റ്റ് സൺലൈറ്റ് ആൻഡ് ഹീറ്റ്. ഇപ്പം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഇപ്പോഴത്തെ ചൂടൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ടാങ്കിൽ കിടക്കുന്ന വെള്ളം പോലും തിളച്ച് കിടക്കുകയാണ്. അപ്പം അതേപോലെ ഒരു സമയത്ത് നമ്മൾ ഇത് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊന്നും കൊണ്ടുവെക്കാതിരിക്കുക. ഇപ്പം നമ്മുടെ ഷെൽഫിലോ വല്ലതും കൊണ്ടുവെക്കുന്നതായിരിക്കും നല്ലത്.
അപ്പം ഇത് വാങ്ങാനൊക്കെ ഇരുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് നമുക്ക് റിസൾട്ട് ഉണ്ടോ നോക്കിയിട്ട് വാങ്ങിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാനങ്ങനെ നോക്കിയിട്ട് ഭയങ്കര നല്ല റിസൾട്ടാണ് കൊടുത്തേക്കുന്നത്. എല്ലാ യൂട്യൂബേഴ്സും നല്ലതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് വർക്കിംഗ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം എല്ലാവരും പോസിറ്റീവ് ആണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം വർക്കിംഗ് ആണോ വർക്കിംഗ് അല്ലയോ എന്നൊക്കെ. പിന്നെ എല്ലാവർക്കും ഒരേ റിസൾട്ട് കിട്ടണം എന്നില്ല. അത് എനിക്ക് മനസ്സിലായത് മറ്റേ ആദിവാസി ഹെയർ ഓയിലിൻ്റെ വീഡിയോയിലൂടെയാണ്. കാരണം കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടി, കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയില്ല. കിട്ടാത്ത കൂട്ടത്തിലാണ് ഞാൻ വന്നത്. എനിക്ക് ഭയങ്കര ഹെയർ ലോസ്, ഹെയർ ഫോളൊക്കെ ആയിരുന്നു. ഭയങ്കര ഹെയർ ഫോളായിരുന്നു. അതിപ്പോഴാണ് ഒന്ന് കുറഞ്ഞത്. നമ്മുടെ ഫേസിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. അപ്പം നമുക്ക് ഇത് എങ്ങനെയാവും നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.